Human health and disease. Health for a long time was considered as a state of mind where there was a balance of certain humors like blood, lymph പോലുള്ള ഹ്യൂമേഴ്സിൻ്റെ ഒരു ബാലൻസ് ആയിരുന്നു ഹെൽത്ത് എന്ന് പറയുന്നത്. This is what early Greeks like Hippocrates as well as Indian Ayurveda system of medicine assert ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് വേർ ദർ വാസ് എ ബാലൻസ് ഓഫ് സെർട്ടൻ ഹ്യൂമർ എന്നുള്ളതായിരുന്നു. ദെൻ it was thought that person with black bile belonged to hot personality and would have fevers. ബ്ലാക്ക് ബൈലുള്ള പേഴ്സണാലിറ്റികൾ ഹോട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ചൂടാവുന്നവരും ആൻഡ് അവർക്ക് ഫീവർ ഉണ്ടാവും എന്നൊക്കെയായിരുന്നു ഈ ഹിപ്പോക്രേറ്റ്സും ഇന്ത്യൻ ആയുർവേദ സിസ്റ്റമും ഹെൽത്തിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് അസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ദിസ് ഐഡിയ വാസ് അറീവ്ഡ് അറ്റ് ബൈ പ്യുവർ റിഫ്ലക്റ്റീവ് തോട്ട്. The discovery of blood circulation by William Harvey using experimental method and the demonstration of normal body temperature in person with black bile using thermometer disproved the good humor hypothesis of health. ഈ തിയറിയാണ് ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ്. Health for a long time was considered as a state of body and mind where there was a balance of certain humor. ഇതാണ് ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ്. ഈ ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിനെ ഡിസ്പ്രൂവ് ചെയ്ത ആളാണ് വില്യം ഹാർവി. എന്ത് ചെയ്തു? ബ്ലഡ് സർക്കുലേഷൻ. ദ ഡിസ്കവറി ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ബൈ വില്യം ഹാർവി യൂസിങ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ആൻഡ് ഹി ഡെമോൺസ്ട്രേറ്റ് ചെയ്തു നോർമൽ ബോഡി ടെമ്പറേച്ചർ തന്നെയാണ് ഒരു ബ്ലാക്ക് ബൈല് ഉള്ള ആളുകളിലും നോർമൽ ബോഡി ടെമ്പറേച്ചർ തന്നെയാണ് കാണിക്കുന്നത്, അല്ലാതെ അവർക്ക് ഫീവർ ഒന്നും ഇല്ല എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ഇയാൾ തെർമോമീറ്റർ വെച്ച് അത് ഡിമോൺസ്ട്രേറ്റും ചെയ്തപ്പോൾ ഈ ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസിനെ ഡിസ്പ്രൂവ് ചെയ്തു. Then in later years biology stated that mind influences through neural system and endocrine system, our immune system, and that our immune system maintain our health. ബയോളജി പ്രൂവ് ചെയ്തതാണ്. ബയോളജി സ്റ്റേറ്റ് ദാറ്റ് മൈൻഡ് ഇൻഫ്ലുവൻസ് ത്രൂ ന്യൂറൽ സിസ്റ്റം വഴിയും എൻഡോക്രൈൻ സിസ്റ്റമാണ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ മൈൻഡാണ് നമ്മളുടെ മൈൻഡും ആൻഡ് മെൻ്റൽ ഹെൽത്തുമാണ്, മെൻ്റൽ സ്റ്റേറ്റുമാണ് ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് ബയോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഹെൽത്ത് ഈസ് എഫക്റ്റഡ് ബൈ, ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ 3 പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ജനറ്റിക് ഡിസോർഡറാണ് ഒന്നാമത്തെ. ജനറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റായി കിട്ടുന്ന, പാരൻസിൽ നിന്നും കുട്ടിക്ക് ഇൻഹെറിറ്റഡ് ആയി അല്ലെങ്കിൽ ബൈ ബർത്ത് കിട്ടുന്ന ഡിസോർഡേഴ്സാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ആൻഡ് രണ്ടാമത്താണ് ഇൻഫെക്ഷൻസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് പോലുള്ള പാത്തോജൻസ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്. മൂന്നാമത്തെ ലൈഫ് സ്റ്റൈലാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ആൻഡ് വാട്ടർ വി ടേക്ക് ആൻഡ് റെസ്റ്റ്, എക്സസൈസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഒക്കെയാണ് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. The term health is very frequently used by everybody. How do we define it? Health does not simply mean absence of disease or physical fitness. It could be defined as a state of complete physical, mental and social well-being. It could be defined as the complete physical, mental and social well-being. ഇത് WHO-യുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ ഓഫ് ഹെൽത്താണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഡസ് നോട്ട് സിംപ്ലി മീൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് കുഡ് ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. When people are healthy, they are more efficient at work. This increase productivity and bring economic prosperity. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക്
വർക്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാം. അതുവഴി നമ്മുടെ എക്കണോമിക് പ്രോസ്പെരിറ്റി, നാഷണൽ ഒരു രാജ്യത്തിന് ആവശ്യം ഹെൽത്തി ആയിട്ടുള്ള ആളുകളെയാണ്. ഹെൽത്ത് ഓൾസോ ഇൻക്രീസ് ലോഞ്ചിവിറ്റി ഓഫ് പീപ്പിൾ. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ആയുസാണ്, ലോഞ്ചിവിറ്റി ഓഫ് പീപ്പിൾ. ആൻഡ് റെഡ്യൂസ് ഇൻഫാൻറ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്കാണ് മോർട്ടാലിറ്റി. ഇതൊക്കെ കുറയ്ക്കാനും ഹെൽത്ത് സഹായിക്കുന്നു. ബാലൻസ്ഡ് ഡയറ്റ്, പേഴ്സണൽ ഹൈജീൻ ആൻഡ് റെഗുലർ എക്സസൈസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. യോഗ ഹാസ് ബീൻ പ്രാക്ടീസ്ഡ് സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ ടു അച്ചീവ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഇതൊക്കെ ചോദിക്കും. യോഗ എന്തിനാണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനാണ് യോഗ. അവയർനെസ് അബൌട്ട് ഡിസീസസ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ ഡിഫറെൻറ്റ് ബോഡി ഫങ്ഷൻസ്, വാക്സിനേഷൻ എഗെയിൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, കൺട്രോൾ ഓഫ് വെക്ടേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹൈജീനിക് ഫുഡ് ആൻഡ് വാട്ടർ റിസോഴ്സ് ആർ നെസസറി ഫോർ അച്ചീവിങ് ഗുഡ് ഹെൽത്ത്. ഗുഡ് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഡിസീസിനെ പറ്റിയുള്ള അവയർനെസ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ ഡിഫറെൻറ്റ് ബോഡി നമ്മൾ ഓരോ ബോഡി പാർട്സ് അല്ലെങ്കിൽ ബോഡിയുടെ ഫങ്ഷനിൽ ഈ ഡിസീസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ആൻഡ് ഇതിനെതിരെയുള്ള വാക്സിനേഷന്, ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, കൺട്രോൾ ഓഫ് വെക്ടർ പറഞ്ഞാൽ മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈ ഒക്കെയാണ് പോലുള്ള ജീവികൾ, രോഗം പരത്തുന്ന ആളുകളാണ് വെക്ടേഴ്സ്. ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഹൈജീനിക് ഫുഡ് ആൻഡ് വാട്ടർ റിസോഴ്സ് ആർ നെസസറി ഫോർ അച്ചീവിങ് ഗുഡ് ഹെൽത്ത്. When the functioning of one or more organ or system of the body is adversely affected, characterized by various signs and symptoms. Various signs and symptoms, നമ്മൾ പറയും we can say that we are not healthy അല്ലെങ്കിൽ we have a disease എന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമ്മുടെ ബോഡിയിലെ ഒരു ഓർഗനോ അല്ലെങ്കിൽ വൺ ഓർ മോർ ഓർഗൻ ഓർ സിസ്റ്റം ഓഫ് ദ ബോഡി അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നോട്ട് ഹെൽത്തി എന്ന് പറയാം. ഡിസീസ് ക്യാൻ ബി ബ്രോഡ്ലി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്നാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഡിസീസിന് നമുക്ക് ഇൻഫെക്ഷ്യസ് എന്നോ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്നോ ആയിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്നതാണ് ഇൻഫെക്ഷ്യസ്. അതായിരിക്കും കുറച്ചും കൂടി ഫേറ്റലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രശ്നമുള്ള ഒരു ഡിസീസ് എന്ന് പറയുന്നത്. കാരണം അത് എയ്ഡ്സ് പോലുള്ള, അവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് എയ്ഡ്സ് ആണ്, ലൈക്ക് എയ്ഡ്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരും. എയ്ഡ്സ് ആർ ഫേറ്റൽ എന്ന് തന്നിട്ടുണ്ട്. നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പകരത്തില്ല. ക്യാൻസർ പോലുള്ള ഡിസീസ്, ക്യാൻസർ ഈസ് എ മേജർ കോസ് ഓഫ് ഡെത്ത് ആണ്, പക്ഷേ അത് നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു ഡിസീസാണ്. അപ്പോൾ ഡിസീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് grouped into infectious and non-infectious. Disease which are easily transmitted from one person to another are called infectious disease. Infectious disease are very common and every one of us suffer from these at some time or other. Some of the infectious diseases like AIDS are fatal. Among non-infectious diseases, cancer is the major cause of death. Drug and alcohol abuse also affect our health adversely. Then ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. ഇനി കോമൺ ഡിസീസ് ആൻഡ് ഹ്യൂമൻ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും വരെ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഒന്നും കൂടി നോക്കാം. ഫസ്റ്റ് പറഞ്ഞു ഒരു ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ്, പിന്നെ അത് ഡിസ്പ്രൂവ് ചെയ്ത ആൾ വില്യം ഹാർവി ആണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഹെൽത്തിനെ അല്ലെങ്കിൽ ഡിസീസിനെ ബ്രോഡ്ലി ഇൻഫെക്ഷ്യസ് എന്നും നോൺ ഇൻഫെക്ഷ്യസ് എന്നും കാറ്റഗറൈസ് ചെയ്തു. ഇനി നമുക്ക് കോമൺ ഡിസീസ് ഇൻ ഹ്യൂമൻ നോക്കാം. A wide range of organisms belonging to bacteria, virus, fungi, protozoan or helminths etc. could cause disease in man. ഈ വൈറസ്, ബാക്ടീരിയ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സച്ച് ഡിസീസ് കോസിങ് ഓർഗാനിസം ആർ കാൾഡ് pathogens. Most parasites are therefore pathogen as they cause harm to the host by living in or on them. The pathogen can enter our body by various means, multiply and interfere with the normal vital activities, resulting in morphological and functional damage ആണ് അവർ ഉണ്ടാക്കുക pathogens. Pathogens have to adapt a life
within the environment of the host. For example, the pathogen that enter the gut must know a way of suffering in the stomach at low pH and resisting the various digestive enzymes. പാത്തോജൻസ് ഈ ബാക്ടീരിയ, ഫംജൈ, പ്രോട്ടോസോവൻ, ഹെൽമിൻതസ് ഇവരൊക്കെ പാത്തോജൻസ് ആണ് ഡിസീസ് കോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇവർക്ക് പുറമെ പാരസൈറ്റുകൾ നമ്മുടെ ബോഡിയിലെ നമ്മുടെ ഹോസ്റ്റ്, ഇപ്പോൾ ഹോസ്റ്റിന് ഹാംഫുൾ ആയിട്ടുള്ള പാരസൈറ്റുകളെല്ലാം പാത്തോജൻസ് ആണ്. ഈ പാത്തോജൻസ് ഹാവ് ടു അഡാപ്റ്റ് ടു ലൈഫ് വിതിൻ ദ എൻവയോൺമെൻറ്റ് ഓഫ് ദി ഹോസ്റ്റ്. നമ്മുടെ ബോഡിയിലെ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ പാത്തോജൻസിന് വേണം, അല്ലെങ്കിൽ ഈ പാരസൈറ്റിന് വേണം, എന്നാലേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ പാത്തോജൻസിന് ലോ പി എച്ചിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് കുറേ ഡൈജസ്റ്റീവ് എൻസൈംസിനെയൊക്കെ, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഡൈജസ്റ്റീവ് എൻസൈമിനെയൊക്കെ റെസിസ്റ്റ് ചെയ്താൽ അവിടെ നിൽക്കാൻ പറ്റിയാലേ നമ്മുടെ സ്റ്റൊമക്കിൽ അത് നിൽക്കാൻ കഴിയൂ. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഈ പാരസൈറ്റിന് അല്ലെങ്കിൽ ഈ പാത്തോജന് അഡാപ്റ്റേഷനായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റും. A few representative members from different group of pathogenic organisms are discussed here along with the disease caused by them. Preventive and control measures against these diseases in general are also briefly described.